പ്രിയമുള്ളവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാതൃഭാഷയുടെ പ്രാധാന്യം അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. എന്തുകൊണ്ട് മാതൃഭാഷാ പഠനവും മാതൃഭാഷയിലൂടെയുള്ള പഠനവും ഏറെ പ്രസക്തമാകുന്നു, പ്രാധാന്യമുള്ളതാകുന്നു എന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചത്. ഇന്ന് ആദ്യത്തെ പാഠത്തിലേക്ക്, 2ാം വർഷ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ പാഠമായിട്ടുള്ള കണ്ണാടി കാൺമോളവും അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം. നമുക്ക് പഠിക്കാനുള്ളത് എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ സംഭവപർവത്തിൽ ഉള്ള ശകുന്തളോപാഖ്യാനം എന്ന ഭാഗത്തിൽ നിന്നുള്ള ഒരു കാവ്യഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ഏതാനും വരികളാണ് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളത്. അപ്പം അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ശകുന്തളയുടെ കഥ അല്ലെങ്കിൽ ശകുന്തളോപാഖ്യാനം, ശാകുന്തളം എന്താണ് എന്ന സാമാന്യമായൊരു ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. വായിച്ച് ഉണ്ടാക്കാവുന്ന ധാരണയാണ്. നിങ്ങൾക്ക് നെറ്റിൽ അന്വേഷിച്ചാൽ ഒട്ടേറെ വിവരങ്ങൾ കിട്ടും. അതൊക്കെ വായിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ വളരെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ ശകുന്തളോപാഖ്യാനത്തെക്കുറിച്ച്, ശകുന്തളയുടെ കഥയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും 2 രീതിയിൽ ഈ കഥ പറയപ്പെട്ടിട്ടുണ്ട്. അടിസ്ഥാനപരമായി ശകുന്തളയുടെ കഥ മഹാഭാരതത്തിൽ നിന്ന് വരുന്നു. മഹാഭാരതത്തിലെ ശകുന്തളോപാഖ്യാനം മറ്റൊരു രീതിയിൽ ആഖ്യാനം ചെയ്തിട്ടുള്ളത് മഹാകവിയായ കാളിദാസനാണ്. ഒരുപക്ഷെ നമ്മളേറെ കേട്ടിരിക്കുക മഹാഭാരതത്തിലെ ശകുന്തളയേക്കാൾ കൂടുതൽ കാളിദാസൻ്റെ ശകുന്തളയെക്കുറിച്ചായിരിക്കും. കാരണം ഏതാണ്ട് ജനപ്രിയമായ ഒരാഖ്യാനമായി, ഒരുപക്ഷെ കഥ എന്ന രീതിയിൽ കുറേ കൂടെ സുഘടിതവും കേൾക്കാൻ ഇമ്പമുണ്ടാകുന്നതുമായ ഒരു കഥയായി തോന്നുക കാളിദാസൻ്റെതായതുകൊണ്ടായിരിക്കാം. എല്ലാവരും അറിയുന്ന ശകുന്തള കാളിദാസൻ്റെ ശകുന്തളയാണ്. പക്ഷേ ആ ശകുന്തളയും ഉണ്ടാകുന്നത് വ്യാസരിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മൂലകഥ, അടിസ്ഥാന കഥ മഹാഭാരതത്തിൽ വ്യാസർ അവതരിപ്പിക്കുന്ന ശകുന്തളയുടേതാണ്. പക്ഷേ ഈ 2 കഥകളും തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. പരീക്ഷയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പാഠഭാഗത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അവിടെ വ്യാസരുടെ ശകുന്തളയെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. കാളിദാസൻ്റെ ശകുന്തളയ്ക്ക് നമ്മുടെ പാഠഭാഗത്തിൽ പ്രത്യേകിച്ച് വലിയ സ്ഥാനമൊന്നുമില്ല എന്നും അറിയേണ്ടതുണ്ട്. മഹാഭാരതം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ പ്രാചീനമായൊരു കൃതിയാണ്. ഭാരതീയമായ ഇതിഹാസങ്ങളിൽ ഒന്നാണ്. രാമായണവും മഹാഭാരതവും നമ്മുടെ ഇതിഹാസങ്ങളാണ്. ഇതുപോലെ സമാനമായ രീതിയിൽ ഗ്രീക്ക് ഭാഷയിൽ, ഗ്രീസിൽ ഹോമറിൻ്റെ ഇലിയഡ്, ഒഡീസി എന്നിവ അവിടെ ഇതിഹാസങ്ങളായി നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ഇതിഹാസങ്ങൾ വെച്ച് പറയുമ്പോൾ തന്നെ മഹാഭാരതത്തിൻ്റെ പ്രത്യേകത, മഹാഭാരതം വളരെ വലുതാണ്. ഏതാണ്ട് 100,000-ലേറെ ശ്ലോകങ്ങൾ മഹാഭാരതത്തിലുണ്ട്. വളരെ ബൃഹത്തായൊരു കൃതിയാണത്. രാമായണം എന്ന് പറയുന്നത് ഏകദേശം 25,000-ഓളം ശ്ലോകങ്ങളാണ് വരുന്നത്. അതിൻ്റെ പകുതിയോളം മാത്രമേ ഹോമറുടെ കൃതികളായിട്ടുള്ള ഇലിയഡും ഒഡീസിയും എത്തുകയുള്ളൂ. അപ്പോൾ വലുപ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്ത് തന്നെയുള്ള വളരെ വലിയ ആഖ്യാനങ്ങളിലൊന്നായി മഹാഭാരതം നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതുതന്നെ മഹാഭാരതം ഒരാൾ എഴുതിയതാണോ, പലരായി എഴുതിയതാണോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരുപാട് തർക്കങ്ങൾ ഇന്നും അവശേഷിക്കുന്നുണ്ട്. ഇത്രയേറെ വലിയൊരു കൃതി ഒരാൾ എഴുതിയതാണ് എന്ന് പൊതുവെ കരുതുന്നില്ല. കാലങ്ങളായി രൂപമാറ്റം വന്നാണ് ഇന്ന് മഹാഭാരതം നമ്മൾ ഈ കാണുന്ന ഒരു വലുപ്പത്തിലേക്ക്, അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. പല കാലങ്ങളിലായി അതിൽ പലതും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ കാലങ്ങളിലും, ആദ്യകാലങ്ങളിൽ വാമൊഴിയായി പ്രചരിച്ചിരുന്നത്
പിന്നീട് എഴുതപ്പെട്ടതായിരിക്കണം. അങ്ങനെ വാമൊഴിയായി പ്രചരിക്കപ്പെട്ടപ്പോഴും പിന്നീട് എഴുതപ്പെട്ടപ്പോഴും ഒക്കെ പല ഘട്ടങ്ങളിൽ അതിൽ അനേകം കഥകളും ഉപകഥകളും വ്യതിയാനങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണേണ്ടതുണ്ട്. ഇതിൽ നിലവിൽ ലഭ്യമാകുന്ന, പല ദേശങ്ങളിൽ ലഭ്യമാകുന്ന, ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ ലഭ്യമാകുന്ന മഹാഭാരത പാഠങ്ങളിൽ എല്ലാം സമാനമല്ല എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. വരികളുടെ എണ്ണത്തിൽ മുതൽ അതിലെ ചില ഭാഗങ്ങളുടെ കാര്യത്തിൽ വരെ ഈ പറയുന്ന വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ ഒരുപക്ഷെ പ്രധാന ആശയങ്ങളിൽ പോലും വ്യത്യാസമുള്ള നിരവധി മഹാഭാരതങ്ങളുണ്ട്. ഒരു മഹാഭാരതം എന്ന ഒരേ ഒരു പുസ്തകം എന്ന ധാരണ നമുക്ക് ഉണ്ടാകരുത്. ഭാരതത്തിലും ലോകത്തിൻ്റെ മറ്റു പല രാജ്യങ്ങളിലും പ്രചരിച്ചിട്ടുള്ള മഹാഭാരതങ്ങൾ വ്യത്യസ്തങ്ങളാണ്, ഒന്നല്ല എന്ന് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാഭാരതത്തിൻ്റെ കഥയുടെ ഒരു രീതി, അതിൽ വ്യാസരുടെ ശിഷ്യനായിട്ടുള്ള വൈശമ്പായനൻ ജനമേജയ രാജാവ് നടത്തിയ സർപ്പസത്രത്തിൽ പറഞ്ഞ കഥ അവിടെ ഉണ്ടായിരുന്ന ഒരു സൂതൻ കേൾക്കുകയും പിന്നീട് നൈമിഷാരണ്യത്തിൽ വെച്ച് യാഗം നടക്കുന്ന ശൗനകൻ ആദിയായ മുനിമാരുടെ ആവശ്യമനുസരിച്ച് മുൻപ് വൈശമ്പായനൻ എന്ന വ്യാസശിഷ്യൻ പറഞ്ഞ കഥയെ സൂതൻ വീണ്ടും പറയുകയും ചെയ്യുന്ന രീതിയിലാണ് മഹാഭാരത കഥ ആഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ പ്രധാനമായും മഹാഭാരതത്തിൻ്റെ പ്രമേയം, മഹാഭാരതം എന്ന കൃതിയുടെ പ്രമേയം നമ്മൾ അറിയുന്നത് പോലെ എന്താണ്? കുരു പാണ്ഡവ യുദ്ധം, അല്ലെങ്കിൽ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാണ് എന്ന് നമുക്കറിയാം. ആ ഒരു വംശാവലി, അതിനോട് ചേർന്ന് വരുന്ന ഉപകഥകൾ, അവർക്കുള്ള ഉപദേശങ്ങൾ, തത്വചിന്താപരമായിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കഥയാണ് മഹാഭാരതത്തിൻ്റേത് എന്ന് നമുക്കറിയാം. അവരുടെ വൈരം, ശത്രുത മുതലായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ യുദ്ധത്തിൻ്റെ ഫലശൂന്യതയിലേക്ക്, ഒരു യുദ്ധം ആത്യന്തികമായി ഒന്നും അവശേഷിപ്പിക്കുന്നില്ല, ആർക്കും അത് സന്തോഷമോ സുഖമോ പകരുന്നില്ല എന്ന ഒരു വലിയ തിരിച്ചറിവിലേക്ക് മഹാഭാരതം ആത്യന്തികമായി അതിൻ്റെ വായനക്കാരെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഹാഭാരതത്തിൻ്റെ അംഗീയായ രസം ശാന്തം ആണ് എന്ന് പറയുന്നത്. നമുക്കിവിടെ മഹാഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ മഹാഭാരതത്തിന് 18 അധ്യായങ്ങളാണുള്ളത്. അത് എഴുത്തച്ഛൻ്റെ കൃതിയായാലും വ്യാസന്റെ കൃതിയിലായാലും അവയുടെ പേരുകളിൽ വ്യത്യാസമുണ്ട്. എങ്കിലും ഈ അധ്യായങ്ങളെ പർവ്വങ്ങൾ എന്നാണ് വിളിക്കുന്നത്. മഹാഭാരതത്തിൽ അധ്യായങ്ങളെ പർവ്വങ്ങൾ. ഉദാഹരണം, വ്യാസഭാരതത്തിൽ ആദിപർവ്വത്തിൽ ആരംഭിക്കുന്നു. അങ്ങനെ പർവ്വങ്ങൾ എന്നാണ് ഈ അധ്യായങ്ങൾ അറിയപ്പെടുന്നത്. വേദവ്യാസൻ, നേരത്തെ പറഞ്ഞു വേദവ്യാസൻ, കൃഷ്ണദ്വൈപായനൻ എന്നറിയപ്പെടുന്ന വേദവ്യാസൻ ആണ് ഇത് എഴുതിയതെന്നാണ് കരുതപ്പെടുന്നത്. പരാശരൻ എന്ന മഹർഷിക്ക് സത്യവതിയിൽ ഉണ്ടായ മകനാണ് വേദവ്യാസൻ അല്ലെങ്കിൽ കൃഷ്ണദ്വൈപായനൻ. വേദങ്ങളെ പകുത്തവൻ എന്ന അർത്ഥത്തിലാണ് വേദവ്യാസൻ എന്ന പേരുണ്ടാകുന്നത്. പഞ്ചമവേദം, 5ാമത്തെ വേദം എന്ന ഒരു വിളിപ്പേര് കൂടെ മഹാഭാരതത്തിനുണ്ട്. 4 വേദങ്ങളുണ്ട്: ഋക്ക്, യജുസ്, സാമം, അഥർവം. ഈ 4 വേദങ്ങൾക്ക് ശേഷം 5ാമത്തെ വേദം എന്നൊരു സ്ഥാനം കൂടെ മഹാഭാരതത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ പഞ്ചമവേദം അല്ലെങ്കിൽ 5ാമത്തെ വേദം എന്നും നമുക്ക് പറയാവുന്നതാണ്. ഇനി മലയാളത്തിലേക്ക് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളത്തിലും നിരവധി മഹാഭാരതങ്ങളുണ്ട്. ഭാരതകഥകൾ പല രീതിയിൽ പറയപ്പെട്ടിട്ടുണ്ട്. കണ്ണശ ഭാരതമുണ്ട്, ഭാരതമാല, ഭാഷാഭാരതം ചമ്പു, മഹാഭാരതം കിളിപ്പാട്ട് എഴുത്തച്ഛൻ എഴുതിയത് തുടങ്ങി നിരവധി ആഖ്യാനങ്ങൾ പ്രാചീന കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പിൽക്കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള കൃതികളിൽ ഉള്ളൂരിൻ്റെ കർണഭൂഷണുണ്ട്, പി.കെ. ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇത് രണ്ടും കർണനെ കുറിച്ചിട്ടുള്ള കഥനങ്ങളാണ്. എം.ടി. വാസുദേവൻ നായർ നമ്മൾ കേട്ടിട്ടുള്ള 2-ാം ഊഴം എന്ന് പറയുന്ന നോവലുണ്ട്. കുട്ടിക്കൃഷ്ണമാരാർ മഹാഭാരതത്തെ അധികരിച്ചുകൊണ്ട് ഭാരത പര്യടനം എന്ന ഒരു കൃതി എഴുതിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നിലവിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ കെ.സി. നാരായണൻ എഴുതിയിട്ടുള്ള മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന ഒരു പരമ്പര തുടർന്നു വരുന്നുണ്ട്.
അന്വേഷിച്ച് നമുക്ക് നിരവധി വിവരങ്ങൾ മഹാഭാരതത്തെക്കുറിച്ച് ശേഖരിക്കാൻ വേണ്ടി കഴിയും. തീർച്ചയായിട്ടും പഠിക്കപ്പെടേണ്ട, അറിയപ്പെടേണ്ട ഒരു രചനയാണ് മഹാഭാരതം എന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങളുടെ സാധ്യതകൾ വെച്ചുകൊണ്ട് മഹാഭാരതത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇൻ്റർനെറ്റ് വഴിയോ നേരത്തെ ഈ പറയുന്ന പുസ്തകങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വായിക്കാൻ കിട്ടുമ്പോൾ അതൊക്കെ വായിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ആ കൃതിയെക്കുറിച്ച്, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ മഹാഭാരതത്തിൽ നിരവധി ഉപകഥകളുണ്ട്. ഇതിന് ഉപാഖ്യാനങ്ങൾ എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഉപാഖ്യാനമാണ് ശകുന്തളോപാഖ്യാനം. വ്യാസഭാരതത്തിൽ ഇത് ആദിപർവത്തിൽ ഉൾപ്പെടുന്നു. എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിൽ ഇത് സംഭവപർവത്തിൽ ഉൾപ്പെടുന്ന കാവ്യഭാഗമാണ്. ശകുന്തളയുടെ കഥ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാസരെ ഉപജീവിച്ചുകൊണ്ട് കാളിദാസനും വ്യത്യസ്തമായ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് കഥകളുടെയും പ്രത്യേകതകളെക്കുറിച്ച് ഒരു സാമാന്യ ധാരണ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ആദ്യം കാളിദാസൻ ശകുന്തളയുടെ കഥ എങ്ങനെയാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. കാളിദാസൻ്റെ കൃതിയുടെ പേര് അഭിജ്ഞാന ശകുന്തളമാണ്. അതൊരു നാടകമാണ്. ശകുന്തളയുടെ കഥയാണ് അതിലെ മുഖ്യ പ്രതിപാദ്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജർഷിയായ വിശ്വാമിത്രന് അപ്സരസുന്ദരിയായ മേനകയിലുണ്ടാകുന്ന മകളാണ് ശകുന്തള. മകൾ ജന്മമെടുത്ത ഉടൻ തന്നെ അവൾ ഹിമാലയ പർവ്വതസാനുക്കളിലുള്ള മാലിനി നദിയുടെ തീരത്ത് ഉപേക്ഷിക്കപ്പെടുന്നു. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ആ കുഞ്ഞിനെ ശകുന്തങ്ങൾ, പക്ഷികൾ ലാളിക്കുന്നു. കാട്ടിലൂടെ വരുന്ന കണ്വ മഹർഷി ഈ പക്ഷികൾ ലാളിക്കുന്ന കുട്ടിയെ കാണുകയും അവളെ എടുത്തു വളർത്തുകയും ചെയ്യുന്നു. ശകുന്തങ്ങൾ പരിപാലിച്ചതുകൊണ്ടാണ് ശകുന്തള എന്ന പേരുണ്ടാകുന്നത്. കണ്വാശ്രമത്തിൽ അവൾ വളരുന്നു. അവൾ യുവതിയാകുന്നു. ചന്ദ്രവംശത്തിലെ രാജാവായ ദുഷ്യന്തൻ അവിടെ നായാട്ടിനെത്തുകയും ശകുന്തളയെ കാണുകയും പല അവസരങ്ങളിലായി അവരുടെ ദർശനം ക്രമേണ പ്രണയമായി മാറുകയും കണ്വമഹർഷി സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഗാന്ധർവ വിധി പ്രകാരം അവർ വിവാഹം ചെയ്യുകയും ചെയ്യുന്നു. വിവാഹത്തിന് ശേഷം കുറച്ചു കാലം അവരവിടെ ഒന്നിച്ച് താമസിക്കുകയും രാജധാനിയിലേക്ക് തിരികെ പോകും മുമ്പ് ദുഷ്യന്തൻ ശകുന്തളയെ തൻ്റെ മുദ്രമോതിരം ഏൽപ്പിക്കുകയും 3 നാളുകൾക്ക് ശേഷം താൻ തിരികെ വന്ന് അവളെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ മോതിരവും കയ്യിൽ പിടിച്ച് ദുഷ്യന്തനെ ധ്യാനിച്ചിരിക്കുന്ന ശകുന്തളയുടെ മുന്നിലേക്ക് പിന്നീട് ദുർവാസാവ് എന്ന മഹർഷി വന്നു ചേരുന്നു. പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് ദുർവാസാവ് വളരെ വേഗം ദേഷ്യം വരുന്നൊരു പ്രകൃതക്കാരനാണ്. സ്വാഭാവികമായും തന്നെ പരിഗണിക്കാതെ മറ്റെന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ശകുന്തളയെ കാണുന്ന ദുർവാസാവിന് വല്ലാതെ കോപമുണ്ടാകുകയും അങ്ങനെ നീ ആരെയാണോ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ നിന്നെ മറന്നു പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്യുന്നു. ശകുന്തള ഈ ശാപവും കേൾക്കുന്നില്ല. അതേസമയം ശകുന്തളയുടെ തോഴിമാരായ അനസൂയയും പ്രിയംവദയും ഇത് കേൾക്കുകയും അവർ ദുർവാസാവിനെ സമീപിച്ച് ശാപമോക്ഷത്തിനുള്ള വഴികൾ ആരായുകയും ചെയ്യുന്നു. അപ്പോൾ ഓർമ്മിക്കത്തക്ക എന്തെങ്കിലും ഒരടയാളം കാണിക്കുകയാണെങ്കിൽ രാജാവിന് ശകുന്തളയെ ഓർമ്മ വരും എന്ന് അദ്ദേഹം ശാപമോക്ഷം നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ഈ അടയാളത്തിന് പ്രാധാന്യം വരുന്നത് കൊണ്ടാണ് കാളിദാസന്റെ ശാകുന്തളത്തിന് അഭിജ്ഞാന ശകുന്തളം എന്ന പേര് വരുന്നത്. അഭിജ്ഞാനം എന്ന വാക്കിൻ്റെ അർത്ഥം അടയാളം എന്നാണ്.
പിന്നീട് കണ്വൻ ആശ്രമത്തിലെത്തുന്നു, കാര്യങ്ങൾ അറിയുന്നു. ഗർഭിണിയായ ശകുന്തളയെ ഗൗതമിയും അതുപോലെ ശരദ്വതൻ എന്ന ശിഷ്യൻ ഇവരെ ചേർത്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. അങ്ങനെ കൊട്ടാരത്തിലേക്കുള്ള യാത്രാമധ്യേ സോമാവതാര തീർത്ഥത്തിൽ വെച്ച് സ്നാനം ചെയ്യുന്നതിനിടെ ശകുന്തള പോലും അറിയാതെ അവളുടെ മോതിരം തടാകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു. ഇതറിയാതെ ശകുന്തളയും സംഘവും യാത്ര തുടരുന്നു, കൊട്ടാരത്തിലെത്തുന്നു. കണ്വ മഹർഷി നൽകിയ സന്ദേശം ശാരദൂതൻ ദുഷ്യന്തന് വായിച്ചു കേൾപ്പിക്കുന്നു. സ്വാഭാവികമായും കഥയുടെ തുടർച്ച എന്ന രീതിയിൽ ശകുന്തളയെ ദുഷ്യന്തൻ തിരിച്ചറിയുന്നില്ല. ശകുന്തള മുൻപുണ്ടായ പല സംഭവങ്ങളും ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നു, അത് ഓർമ്മ വരുന്നില്ല. മോതിരം നോക്കുന്നു, മോതിരം നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കുന്നു. ശകുന്തള കയർക്കുന്നു. ഒടുവിൽ ഈ അവസ്ഥയിൽ രാജാവിൻ്റെ മുമ്പിൽ ശകുന്തളയെ ഉപേക്ഷിച്ച് ശരദൂതനും ഗൗതമിയും പിൻവാങ്ങുന്നു. ഇവൾ രാജാവിൻ്റെ ഭാര്യയാണെന്നും അഥവാ സ്വീകരിക്കപ്പെടുന്നില്ലെങ്കിൽ രാജകൊട്ടാരത്തിൽ ദാസിയായി കഴിയുന്നതാകും ഉത്തമമെന്നും ശാരദൂതൻ അപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ശകുന്തളയെ ദുഷ്യന്തനും സ്വീകരിക്കുന്നില്ല. പുരോഹിതൻ ഇവൾക്ക് കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് ചക്രവർത്തിയുടെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അപ്പോൾ അവരെ സ്വീകരിക്കാം എന്ന് നിർദ്ദേശിക്കുന്നു. ഇത് ദുഷ്യന്തൻ അംഗീകരിക്കുന്നു. അപ്പോൾ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശകുന്തളയുടെ മുമ്പിലേക്ക് അമ്മയായ മേനക പ്രത്യക്ഷപ്പെടുകയും അവളെ ദേവലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. പിന്നീട് സോമാവതാര തീർത്ഥത്തിൽ വെച്ച് നഷ്ടപ്പെട്ട മോതിരം ഒരു മുക്കുവൻ ലഭിക്കുന്നു. മുക്കുവൻ ആ മോതിരം വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നതിനിടെ രാജാവിൻ്റെ ഭടന്മാർ അയാളെ പിടികൂടുകയും കൊട്ടാരത്തിൽ ഹാജരാക്കുകയും ചെയ്യുന്നു. ഈ മോതിരത്തിൻ്റെ ദർശനമാത്രയിൽ ദുഷ്യന്തന് ശകുന്തളയെ ഓർമ്മ വരുന്നു. പിന്നീടുള്ള കാലം ദുഃഖിതനായി വിരഹിയായി അദ്ദേഹം കഴിഞ്ഞുകൂടുന്നു. മേനക കൂട്ടിക്കൊണ്ടുപോയ ശകുന്തള ദേവലോകത്ത് കശ്യപാശ്രമത്തിൽ വസിക്കവേ അവൾക്ക് കുട്ടിയുണ്ടാകുന്നു. കുട്ടിക്ക് സർവദമനൻ എന്ന് പേരിടുന്നു. പിന്നീടൊരിക്കൽ ദേവലോകത്ത് യുദ്ധത്തിനു വേണ്ടി എത്തുന്ന ദുഷ്യന്തൻ കശ്യപാശ്രമം സന്ദർശിക്കുകയും അവിടെ സർവദമനെ കാണുകയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ശകുന്തളയെ കൂട്ടിക്കൊണ്ട് തിരികെ തൻ്റെ രാജധാനിയിലെത്തി സുഖമായി വസിക്കുകയും ചെയ്യുന്നിടത്ത് അഭിജ്ഞാന ശകുന്തളം എന്ന നാടകത്തിൽ കാളിദാസൻ നമ്മോട് പറയുന്ന ശകുന്തളയുടെ കഥ പൂർത്തിയാകുന്നു. മഹാഭാരതത്തിൽ വ്യാസർ പറയുന്നത് ഇതിൽ നിന്നും ഭിന്നമായൊരു കഥയാണ്. അവിടെ ദുഷ്യന്തൻ കണ്വാശ്രമത്തിന് സമീപം നായാട്ടിനായി ചെല്ലുന്നു. അവിടെ ആശ്രമത്തിലെത്തുന്ന ദുഷ്യന്തൻ ശകുന്തളയെ കാണുന്നു. അവളെ കണ്ട മാത്രയിൽ ഇഷ്ടം തോന്നിയ ദുഷ്യന്തൻ വിവാഹാഭ്യർത്ഥന നടത്തുന്നു. അച്ഛനവിടെ ഇല്ല. മടങ്ങിയെത്തുന്നവരെ വരെ കാത്തിരിക്കാൻ ശകുന്തള ആവശ്യപ്പെടുമ്പോഴും വിവാഹത്തിന് വേണ്ടി ധൃതി കൂട്ടുന്ന ദുഷ്യന്തനോട് ശകുന്തള തൻ്റെ മകനെ രാജാവാക്കണം എന്ന ആവശ്യം അംഗീകരിപ്പിക്കുന്നു. അങ്ങനെ അവർ വിവാഹിതരാകുന്നു. പിന്നീട് ദുഷ്യന്തൻ രാജധാനിയിലേക്ക് മടങ്ങുന്നു. കണ്വ മഹർഷി പിന്നീട് തിരിച്ചെത്തി കാര്യങ്ങളൊക്കെ അറിയുന്നു. ശകുന്തള ഗർഭിണിയാകുന്നു, മകനുണ്ടാകുന്നു. 12 വർഷക്കാലം സർവദമനൻ എന്ന ശകുന്തളയുടെ മകൻ കണ്വ മഹർഷിയുടെ ആശ്രമത്തിൽ താമസിക്കുന്നു, പഠിക്കുന്നു. 12 വയസ്സായപ്പോഴാണ് കണ്വ മഹർഷി ശകുന്തളയോട് ആവശ്യപ്പെടുന്നത്, ഇനി നിന്റെ മകനെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോകുക. അങ്ങനെ 12 വർഷങ്ങൾക്ക് ശേഷം സർവദമനെയും ഒത്ത് മുനിയുടെ ശിഷ്യന്മാരുടെ കൂടെ ദുഷ്യന്തൻ്റെ രാജകൊട്ടാരത്തിലേക്ക് ശകുന്തള ചെല്ലുന്നു. ദുഷ്യന്തനോട് കാര്യങ്ങൾ പറയുന്നു.
ദുഷ്യന്തൻ തനിക്ക് ശകുന്തളയെ ഓർമ്മയില്ല എന്ന് പറയുന്നു. സ്വാഭാവികമായും ശകുന്തള ഉദാഹരണങ്ങൾ പലതും ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നു. ദുഷ്യന്തൻ അതൊക്കെ നിഷേധിക്കുന്നു. നിഷേധിക്കുക മാത്രമല്ല, ദുഷ്യന്തൻ ശകുന്തളയെ ആക്ഷേപിക്കുകയും ചെയ്യുന്നു. ശകുന്തള ഈ ആക്ഷേപങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുന്നു. പ്രതിവാദങ്ങൾ മുറുകുന്നു. ഇരുവരുടെയും മഹത്വത്തെ പരസ്പരം താരതമ്യം ചെയ്യുന്നു. അങ്ങനെ തർക്കവിതർക്കങ്ങൾക്കിടയിൽ ആകാശത്ത് നിന്ന് അശരീരി ഉണ്ടാകുന്നു. അശരീരി ദുഷ്യന്തനോട് ആവശ്യപ്പെടുന്നു, ഈ കുട്ടി നിന്റെ മകനാണ്, അവനെയും നിന്റെ ഭാര്യയെയും നീ സ്വീകരിക്കുക. ഇത് കേട്ട് ദുഷ്യന്തൻ ശകുന്തളയെ സ്വീകരിക്കുന്നു. ഈ രണ്ട് കഥകളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും വലിയ വ്യത്യാസം എന്താണ്? അടിസ്ഥാനപരമായ കഥ വ്യാസരുടെ കഥയാണ്. വ്യാസരുടെ കഥയെ ഉപജീവിച്ച് നാടകം തയ്യാറാക്കുന്ന കാളിദാസൻ അതിൽ വലിയ കൂട്ടിച്ചേർക്കലുകൾ വരുത്തുന്നു. അതിലൊന്ന് മോതിരം. തൻ്റെ മോതിരം നൽകിയ രാജാവ്, അതൊരു അടയാളമാണ്, തെളിവാണ്. ആ തെളിവ് മഹാഭാരതത്തിൽ വ്യാസർ പറയുന്നില്ല. അങ്ങനൊരു മോതിരം നൽകൽ വ്യാസഭാരതത്തിലില്ല. അത് കാളിദാസൻ കൂട്ടിച്ചേർക്കുന്നു. അതിൻ്റെ തുടർച്ചയായി ആ കഥ മൊത്തത്തിൽ മാറുന്നു. അവിടെ ദുർവാസാവ് വരുന്നു. ദുർവാസാവ് ശകുന്തളയെ ശപിക്കുന്നു. ആ ശാപം കൊണ്ടാണ് രാജാവ് ശകുന്തളയെ മറക്കുന്നതെന്ന് വരുന്നു. ദുഷ്യന്തൻ ശകുന്തളയെ മറക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ശാപം കൊണ്ടാണ്. തന്നെയുമല്ല, കണ്ണു മഹർഷി ശകുന്തളയെ പ്രസവത്തിന് മുമ്പ് തന്നെ, സർവദമനൻ എന്ന മകൻ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്ര അയക്കുന്നുണ്ട്. കാളിദാസൻ്റെ കഥയിൽ സർവദമനൻ എന്ന കുട്ടി ഉണ്ടാകുന്നത് ദേവലോകത്തിൽ കശ്യപൻ്റെ ആശ്രമത്തിൽ വെച്ചാണ്. മഹാഭാരതത്തിൽ കുട്ടി ഉണ്ടാകുന്നത് ഭൂമിയിൽ കണ്ണു മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു മോതിരത്തിനെ കഥയുടെ ഇടയിൽ പ്രവേശിപ്പിക്കുക വഴി കഥയിൽ വലിയ മാറ്റം കാളിദാസൻ വരുത്തിയിട്ടുണ്ട്. പ്രധാനമായും ആ മാറ്റം ദുഷ്യന്തനെ നല്ലവനാക്കി മാറ്റുന്നു. മഹാഭാരത കഥയിൽ കാട്ടിൽ ഒരു ആശ്രമകന്യകയെ വിവാഹം ചെയ്ത് ഒന്നും പറയാതെ മടങ്ങിപ്പോകുന്ന രാജാവിൽ നിന്ന് വിവാഹം ചെയ്ത്, ആ വിവാഹം തന്നെ വളരെ പെട്ടെന്ന് കാണുമ്പോൾ ഉടനെ ആവശ്യപ്പെടുകയല്ല, 2, 3, 4 തവണ അവർ പരസ്പരം കാണുന്നുണ്ട്, കണ്ടിട്ട് അനുരാഗികളാവുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരുടെയും ഇഷ്ടത്തോടു കൂടിയുള്ള ഒരു പ്രണയം. ആ പ്രണയത്തിൻ്റെ ഒടുവിലാണ് ശാകുന്തള കഥയിൽ, കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തിൽ ഇരുവരും വിവാഹിതരാകുന്നത്. മഹാഭാരതത്തിൽ അങ്ങനൊരു പ്രണയത്തിന് സാധ്യതയില്ല. അവർ ആദ്യം കണ്ട അതേ അവസരത്തിൽ തന്നെ അവർ വിവാഹിതരാവുകയാണ്. അധികം വൈകാതെ ദുഷ്യന്തൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഈ വ്യത്യാസം പ്രധാനപ്പെട്ടതാണ്. അതിലൂടെ ദുഷ്യന്തൻ കാണിച്ച ഉത്തരവാദിത്വമില്ലായ്മ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഗർഭിണിയാക്കി കടന്നുകളഞ്ഞ ഒരു രാജാവ് എന്ന മാറാപ്പേരിൽ നിന്ന് ആ മോതിരത്തിൻ്റെ കഥയിലൂടെ ദുഷ്യന്തൻ കുറ്റവിമുക്തനാക്കപ്പെടുകയും അടയാളമായി കിട്ടിയ മോതിരത്തിൽ പോലും സൂക്ഷിക്കാൻ കഴിയാത്ത ശകുന്തള തെറ്റുകാരിയായി, അപരാധിയായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് മുണ്ടശ്ശേരി മാഷ്, ജോസഫ് മുണ്ടശ്ശേരി, കാളിദാസനും കാലത്തിൻ്റെ ദാസനാണ് എന്ന് പറയുന്നത്. വിക്രമാദിത്യ സദസ്സിലെ കവികളിൽ ഒരാളായിട്ടുള്ള കാളിദാസൻ ഒരു രാജാവിനെ പറ്റി അല്പം മോശമായി സൂചിപ്പിക്കുന്ന ഒരു കഥ അല്ലെങ്കിൽ ഒരു നാടകം തയ്യാറാക്കിയാൽ അതൊരു പക്ഷേ ആ രാജാവിനാൽ പോലും സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ ആശ്രിതനായി കഴിയുന്ന ഒരു കവി ചമയ്ക്കുന്ന നാടകത്തിൽ രാജാവ് കുറ്റവാളിയാകില്ല, രാജാവിൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ടാവില്ല. ആ തെറ്റുകളൊക്കെ ശകുന്തള എന്ന പെണ്ണിലേക്ക് മാത്രമേ ഒതുക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ വ്യത്യാസങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ വ്യത്യാസങ്ങളെപ്പറ്റി നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവണം. നമ്മളൊരിക്കലും പറയേണ്ടത് കാളിദാസൻ ശകുന്തളയെക്കുറിച്ചല്ല. നമ്മൾ മോതിരത്തെ മറക്കണം, ദുർവാസാവിനെ മറക്കണം, മോതിരം നഷ്ടപ്പെടുന്നതിനെയും മുക്കുവിനെയും ഒക്കെ മറക്കണം. അതൊക്കെ മറന്നുകൊണ്ട്, മറക്കുക എന്ന് പറയുമ്പോൾ കഥ ഓർക്കുക, പക്ഷേ ആ വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യാസർ പറയുന്ന ശകുന്തള വിവാഹം
12 വർഷക്കാലം മകൻ ആശ്രമത്തിൽ വളരുന്നു, കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു. ദുഷ്യന്തൻ അപമാനിക്കുന്നു, ശകുന്തള മറുപടി പറയുന്നു, അശരീരി ഉണ്ടാകുന്നു, ദുഷ്യന്തൻ അവളെ സ്വീകരിക്കുന്നു. ഇങ്ങനെ തിരിച്ചറിയേണ്ടതുണ്ട്. ആ കഥയിലേക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം, എഴുത്തച്ഛൻ തൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിന് ഉപജീവിച്ചിട്ടുള്ളത്, അടിസ്ഥാനമാക്കിയിട്ടുള്ളത് വ്യാസഭാരത കഥയാണ്. വ്യാസഭാരത കഥയെ വളരെയധികം ചുരുക്കിക്കൊണ്ട് സംഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ സ്വതന്ത്ര വിവർത്തനം നിർവഹിച്ചിട്ടുള്ളത്. വ്യാസഭാരതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സ്വതന്ത്ര വിവർത്തനമായി മാത്രമേ മഹാഭാരതം നമുക്ക് കാണാൻ വേണ്ടി കഴിയുള്ളൂ. സ്വതന്ത്ര വിവർത്തനം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഏത് കൃതിയാണ് വിവർത്തനം ചെയ്യുന്നത് ആ കൃതിയിലുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, അതിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു. അങ്ങനെ സ്വതന്ത്രമായി മൂലകൃതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പലതും കൂട്ടിച്ചേർത്തുകൊണ്ട് പലതും ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്ന വിവർത്തനത്തെയാണ് നമ്മൾ സ്വതന്ത്ര വിവർത്തനം എന്ന് പറയുന്നത്. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് വ്യാസഭാരതത്തിൻ്റെ സ്വതന്ത്ര വിവർത്തനമാണ് എന്ന് പറയുമ്പോൾ വ്യാസഭാരതത്തിലുള്ള പലതും അതിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്, വ്യാസഭാരതത്തിലില്ലാത്ത ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ താൻ സ്വതന്ത്രമായിട്ടാണ് എഴുത്തച്ഛൻ ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് വിവർത്തനം ചെയ്തിട്ടുള്ളത്. അതേസമയം മലയാളത്തിൽ നിരവധി വിവർത്തനങ്ങളുണ്ട്. അതിൽ ശ്രദ്ധേയമായൊരു വിവർത്തനം ഭാഷാഭാരതമാണ്. ഭാഷാഭാരതം വിവർത്തനം ചെയ്തിട്ടുള്ളത് കുഞ്ഞിക്കുട്ടൻ നമ്പുരാനാണ്. കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ വിവർത്തനം ചെയ്തിട്ടുള്ളത് പദാനുപദമാണ്. എന്ന് വെച്ചാൽ മഹാഭാരതത്തിൽ എത്ര വാക്കുകളുണ്ടോ അല്ലെങ്കിൽ എത്ര വരികളുണ്ടോ അത്രയും തന്നെ വരികൾ വരുന്ന രീതിയിൽ വാക്കിന് വാക്കുകൾ പകരം വെച്ചുകൊണ്ട് വളരെ കൃത്യമായി ഒന്നും കൂട്ടിച്ചേർക്കുകയോ ഒന്നും ഉപേക്ഷിക്കുകയോ ചെയ്യാതെ പദാനുപദം നടത്തിയ വിവർത്തനമാണ് കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ്റെത്. അതിനെ ഭാഷാഭാരതം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വിവർത്തനങ്ങളിൽ എഴുത്തച്ഛൻ്റെ വിവർത്തനം നമ്മൾ പഠിക്കുന്നത് എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ട്, ആ കിളിപ്പാട്ടിൽ വ്യാസരുടെ കഥയിലും ചില വ്യത്യാസങ്ങൾ ഉണ്ട്. അത് ആ പാഠം വിശദമാക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കൃത്യമായി പറയാം. പ്രധാനപ്പെട്ട വ്യത്യാസമുള്ളത് ശകുന്തള ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നത് മകന് 6 വയസ്സുള്ളപ്പോഴാണ്. വ്യാസരഥ് പറയുന്നത് 12 വയസ്സായ കുട്ടി കൊണ്ടാണ് പോകുന്നതെന്നാണ്. അതുപോലെ ഉപയോഗിക്കുന്ന പ്രയോജന കാര്യങ്ങളിൽ ഇതിൻ്റെ അവസാനം പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആ ഒരു സമയത്ത് വിശദീകരിക്കാം. എന്ത് തന്നെയായാലും ഈ രണ്ട് കഥകളെ നമ്മൾ മനസ്സിലാക്കുക. പറ്റുന്നിടത്തോളം ആ പുസ്തകങ്ങൾ കിട്ടുമെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ വായിച്ചു നോക്കുക. മഹാഭാരതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ മഹാഭാരത കഥയുടെയും ശകുന്തളത്തിൻ്റെയൊക്കെ ഉറച്ചൊരടിത്തറയിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് ശകുന്തളോപാഖ്യാനത്തിൻ്റെ വിശദമായ പഠനത്തിലേക്ക് കണ്ണാടികാൺമോളം എന്ന പാഠത്തിൻ്റെ പഠനത്തിലേക്ക് പോകാം. ഈ ഒരു ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കിനോട് ചേർന്ന് ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അധികരിച്ചുള്ള ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ചില ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗൂഗിൾ ഫോം നൽകിയിട്ടുണ്ട്. ക്ലാസ് കേട്ട ശേഷം നിങ്ങൾ ആ ഗൂഗിൾ ഫോമിൽ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകണം. ആ ഉത്തരങ്ങൾ നൽകിയ ശേഷം നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യുക. അതിൽ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഉത്തരം എഴുതുക. പേര് തന്നെ വയ്ക്കണം. ക്ലാസ് ഡിവിഷൻ കൃത്യമായി ചെയ്യണം. നിങ്ങൾ ഏത് സ്കൂളാണ് എന്നുള്ളത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻ കൃത്യമായി ചെയ്യണം. കാരണം ആരൊക്കെയാണ് ഇതിന് തരുന്നതെന്ന് അറിയേണ്ടതുണ്ട്. തെറ്റ് ശരി എന്നുള്ളത് പ്രശ്നമല്ല. നിങ്ങൾക്ക് ക്ലാസ് കേട്ടതിൻ്റെ ഓർമ്മയിൽ വരുന്ന ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുകയും കേട്ടതിൻ്റെ ഓർമ്മയിൽ വരുന്ന ഉത്തരങ്ങൾ നിങ്ങൾ അപ്പോൾ തന്നെ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാം. സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ അപ്പോൾ തന്നെ ആൻസർ കീ കിട്ടും. സബ്മിറ്റ് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്കതിൻ്റെ ആൻസർ കീ എടുക്കാൻ പറ്റും. നിങ്ങൾ ചെയ്തത് ശരിയാണോ അല്ലയോ എന്ന് അപ്പോൾ തന്നെ വിലയിരുത്താൻ വേണ്ടി കഴിയും. നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നും അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി കഴിയും. ഗൂഗിൾ ഫോംസിലുള്ള ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ക്ലാസ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുക. നിങ്ങളുടെ മറ്റു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും വാട്സാപ്പിൽ അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എഴുത്തച്ഛനെക്കുറിച്ചും പാഠഭാഗത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങൾ പറയാം. നന്ദി.